അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ദുനിയാവിലേക്ക് സൃഷ്ടിച്ച് യാത്ര അയച്ചു. അവൻ്റെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നമുക്ക് വിശ്വാസം എങ്ങനെ നടക്കും, എങ്ങനെ ഇത് സംഭവിക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസം നമുക്ക് കുറവാണ്. അത് കാരണം നമ്മുടെ ഈമാൻ്റെ കുറവ് തന്നെയാണ്. നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ കപ്പലിൽ കയറ്റിയ കാലഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹു തന്നെയാണ് ഇന്നും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലിട്ട സമയത്ത് തീയിനെ തണുപ്പാക്കി മാറ്റിയ അള്ളാഹു തന്നെയാണ് ഇന്നും നമ്മളെ സംരക്ഷിക്കുന്നത്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിനെ കടൽ വിടർത്തി അക്കരയ്ക്ക് കടത്തി ഫിറൗനും കൂട്ടരെയും കടലിൽ നശിപ്പിച്ച അള്ളാഹു തന്നെയാണ് ഇന്ന് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് മഹാന്മാരെ ഔലിയാക്കളൊക്കെ സംരക്ഷിച്ച് ഒരുപാട് റഹ്മത്തുകൾ കാണിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ തന്നെയാണ് ഇന്ന് നമ്മളുള്ളത്. എന്തുകൊണ്ടാണോ അള്ളാഹുവിനെ നമുക്ക് വിളിച്ചാൽ കിട്ടാത്തത് എന്നതിന് കാരണം നമ്മൾക്ക് യഥാർത്ഥ യഖീനില്ലാത്തതും ഈമാൻ കുറഞ്ഞതുകൊണ്ടുമാണ്. ഹലാലായ ഭക്ഷണം കഴിക്കുക, യഥാർത്ഥ യഖീനിൽ അള്ളാഹുവിൽ സമർപ്പിക്കുക, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. തീർച്ചയായും ആ അള്ളാഹു നമ്മളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തഖ്വയില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കിട്ടാത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ചേരാൻ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവരാണ്. ഏത് നിമിഷവും എല്ലാം നടത്തിത്തരാൻ ശക്തനാണ്. അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് ജീവിക്കാൻ നാം എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.